കണ്ണൂർ നഗരത്തിലെ തെരുവ് നായ ശല്യം ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലും ആളിക്കത്തി. ഇടതംഗങ്ങൾ കൗൺസിലിൽ ബഹളം വെച്ചു, പ്രതിഷേധിച്ചു. CPM പ്രവർത്തകർ കൗൺസിൽ ഹാളിലേക്ക് മുദ്രാവാക്യം വിളിച്ച് തള്ളിക്കയറാനുള്ള ഒരു ശ്രമവുമുണ്ടായി. ഇപ്പോൾ മേയർ മുസ്ലിം മഠത്തിൽ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ തെരുവ് നായ പ്രശ്നം ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ കുറച്ച് ആളുകൾക്ക് കടിയേറ്റിട്ടുണ്ട്. നിലവിൽ അക്രമകാരികളായിട്ടുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും പിടിച്ചിട്ടുണ്ടോ? നിലവിലിപ്പോൾ ഇന്നലെ മുതലുണ്ടായ വിഷയങ്ങളാണ്. ഇന്നലെ ഒരു 10-11 മണിയോട് കൂടിയിട്ടാണ് തെരുവുനായ ആക്രമണം കണ്ണൂർ നഗരത്തിലുണ്ടായിട്ടുള്ളത്. ഏകദേശം 3:30 മണിയോടുകൂടി അന്ന് ഞങ്ങൾ ജില്ലാ ആശുപത്രിയിലൊക്കെ സന്ദർശിക്കുകയും കടിയേറ്റ ആളുകളൊക്കെ കാണുകയും ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി ഒരു നായ ചത്ത നിലയിലും ഒരു നായ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കോർപ്പറേഷനിലെ HIയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജീവനക്കാർ പിടികൂടി ജില്ലാ വെറ്റിനറി ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നിരീക്ഷണത്തിലാണ്. പിന്നീട് അക്രമകാരികളെ നായകളുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ഇന്ന് രാവിലെ വീണ്ടും 6 മണി മുതൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ആളുകളെ ആക്രമിച്ചതായി വിവരം കിട്ടി. ഉടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ചെയ്യും. ഒരു നായയെ ചത്ത നിലയിലാണ് കണ്ടെത്തിയത്. 3 നായകളെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. അതിനെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുമുണ്ട്. അക്രമകാരികളായ പേ പിടിച്ച നായയാണെങ്കിൽ അത് സ്വമേധയാ ചത്തുപോകുമെന്നുള്ളതാണ്. ഇന്ന് ആക്രമിച്ചത് 3 നായകളാണോ? അതെ, ഇന്ന് 3 നായകളാണ് ആക്രമിച്ചു എന്ന് പറയുന്നത്. 4ഓളം ഒരു നായ ഞങ്ങളറിയില്ല, ചത്ത നിലയിൽ കണ്ടെത്തിയതാണ്. 3 നായകളെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ ജീവനക്കാർ പിറകെ പോയി. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ABCൻ്റെ ആളുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതൊരു ഭാഗത്ത് നടക്കും, ABC ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് നടക്കും. നമ്മുടെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് 3 എണ്ണത്തിനെ പിടികൂടി ജില്ലാ വെറ്റിനറി ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കൗൺസിലിൽ ഇത്തരം വിഷയങ്ങൾ പറയാനും എല്ലാം അവസരമുണ്ട്. കൗൺസിലിൽ ചർച്ച ചെയ്യാം. ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ്. പക്ഷേ ഒരു സമരം മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാരും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് BJP ശ്രമിക്കുന്നത്. BJP കൗൺസിലർ ഒരാളെ ഉള്ളുവെങ്കിലും അവരും ശ്രമിക്കുന്നത് തന്നെയാണ്, മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാത്ത ആളുകളല്ല. ഇവിടെ നിയമനിർമ്മാണം നടത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ഇത് കോർപ്പറേഷൻ കൗൺസിലിന് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് വളരെ അറിവും കാര്യങ്ങളൊക്കെ സുകന്യ ടീച്ചറെ പോലെയുള്ള ആളുകൾക്ക് അറിയാം. എന്നിട്ടും അവരുൾപ്പെടെയുള്ള ആളുകൾ മലർന്ന് കിടന്ന് തുപ്പുന്ന രീതിയിലാണ് അവർ സമര ആഭാസങ്ങൾ, അങ്ങനെ പറയേണ്ടി വരും, സമരദാഹികളായി. കാരണം ഇലക്ഷന് അടുത്ത സമയമാണല്ലോ, ഇനി ഇലക്ഷൻ്റെ കാലഘട്ടമാണ്. ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് കണ്ണൂർ കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും കയ്യിലൊതുക്കുക എന്നതിൻ്റെ ഭാഗമായി കോർപ്പറേഷനെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ, അഴിമതി കഥകൾ, ഇതുപോലുള്ള കെടുകാര്യസ്ഥത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിൽ വലിയ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനുണ്ടെന്നറിയാം. പക്ഷേ കോർപ്പറേഷൻ പരിധിയാണ്. കോർപ്പറേഷൻ എന്തൊക്കെ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് സഹകരിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത്? ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് ഞങ്ങൾ ABC പ്രൊജക്റ്റിന്, അത് ജില്ലാ DPC ജില്ലാ പ്രൊജക്റ്റായിട്ടാണ്. ജില്ലാ പഞ്ചായത്ത് DPCയുടെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവരൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ജില്ലയുടെ പ്രൊജക്റ്റായിട്ടാണ് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നടത്തിയിട്ടുണ്ട്. പദ്ധതിയിൽ വെച്ച് എല്ലാവരും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 2 തവണകളായി 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം പ്രോജക്റ്റിൽ വെച്ച് 5 ലക്ഷം രൂപയും പദ്ധതി വിഹിതമായി വെച്ചിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായി ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ സമയബന്ധിതമായി ഈ രീതിയിൽ ABC നിയന്ത്രണങ്ങൾ, ABC പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു നായയുടെ ആയുസ് എന്ന് പറയുന്നത് 12 വർഷം എന്നാണൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ABC നടത്തിക്കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ആ പ്രദേശത്തേക്ക് തന്നെ മാർക്ക് ചെയ്ത് ആ പ്രദേശത്തേക്ക് തിരിച്ചിറക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ നായ കടിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നൽകാൻ കഴിയില്ല. പക്ഷേ ഒരു അടിസ്ഥാനപരമായ കാര്യം അതിൻ്റെ പ്രജനനം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പക്ഷേ വളരെ മുമ്പേ തുടങ്ങിയ ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇത്രമാത്രം തെരുവ് നായകൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി നടത്തേണ്ട പദ്ധതി, അതൊക്കെ അലസത കാണിച്ചു പോകുന്നുള്ളത്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഉത്തരവാദിത്തമല്ല, കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഫണ്ട് സമാഹരണം നടത്തിയത്? കോടിക്കണക്കിന് രൂപ വാങ്ങിയത് എന്തിനാണ്? അപ്പോൾ ആ ഫണ്ട് എന്ത് ചെയ്തു? അതും കൂടി വെളിപ്പെടുത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട്. ഇതിൻ്റെ പ്രവൃത്തി വേഗത്തിലാക്കാൻ വേണ്ടി കോർപ്പറേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു? കോർപ്പറേഷന് സ്വന്തമായി ABC കേന്ദ്രം തുടങ്ങണമെന്നാണ്, കോർപ്പറേഷന് മുതൽ ഷെൽട്ടർ ആക്കണമെന്നൊക്കെയാണ് കോർപ്പറേഷൻ നമ്മൾ പ്രൊജക്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നഗരപ്രദേശമായതിനാൽ കോർപ്പറേഷൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും വലിയ സ്ഥലങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. അതൊരു വലിയ പ്രയാസമാണ്. നമ്മളുള്ള സ്ഥലത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ
നാളെ ഒരു സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. ആ കൗൺസിൽ നമ്മൾ ചേലോറയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ ഷെൽട്ടർ ഹോം അതോടൊപ്പം ABCക്ക് ആവശ്യമായ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം നിലയിൽ ഈ വിഷയങ്ങളുമായി ഇനി മുന്നോട്ട് പോകണം. ഈ ABC കോർപ്പറേഷൻ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണമല്ലോ. അത്തരത്തിലുള്ള അനുമതി ഉണ്ടോ? അനുമതി നമ്മൾ കൗൺസിലിൽ നാളെ ചർച്ച ചെയ്യും, സർക്കാരിലേക്ക് അയക്കും. തീർച്ചയായും ABC സ്വന്തം നിലയിൽ ചെയ്യാമെന്ന് സർക്കാർ നേരത്തെ ഉണ്ട്, ഉത്തരവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഈ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത്തരം പദ്ധതികളുമായി നേരത്തെ മുന്നോട്ട് പോകാത്തത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ അനാസ്ഥ കാരണം, ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ അനാസ്ഥ കാരണം ക്രമാതീതമായി തെരുവ് പട്ടികളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളും സ്വന്തം നിലക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ നിലക്കും ഞങ്ങളുടെ നിലക്കും ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കൂ എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ 2 ദിവസം എത്ര ആളുകൾക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്? ഇന്നലെ 57 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഞാനും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമൊക്കെ അവിടെ സന്ദർശിക്കുകയും ബന്ധപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് കോർപ്പറേഷൻ നൽകാൻ തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് 14 പേരെയാണ് തെരുവ് നായ ആക്രമിച്ചതെന്ന് അറിയാൻ സാധിച്ചു. രാവിലെ തന്നെ അവിടെ പോയിരുന്നു. രാവിലെ 8:30 മണിക്ക് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഈ തെരുവ് നായ ആക്രമണം ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ കേസുകളൊന്നും ജില്ലാ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ 2 ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ അവിടെ ജില്ലാ ആശുപത്രിയിലുണ്ട്. അവർ ആവശ്യമായ ആർക്കെങ്കിലും എന്തെങ്കിലും അടിയന്തര സഹായം വേണ്ടി വന്നാൽ എല്ലാ സഹായം നൽകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പിടികൂടിയ തെരുവ് നായ്ക്കളും അതുപോലെ ചത്ത നായ്ക്കളും ഇവർക്കൊക്കെ പേ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണ്ടേ? ഇത് പരിശോധിക്കണം. അതാണ് ജില്ലാ വെറ്റിനറി ഓഫീസറുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുള്ള നടപടി തുടങ്ങി? തീർച്ചയായും നടപടി തുടങ്ങിയിട്ടുണ്ട്. പിടികൂടിയ ആക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെയും അതുപോലെ ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവ് നായ്ക്കൾക്കും പേ ഉണ്ടോ എന്നുള്ള കാര്യം കോർപ്പറേഷൻ പരിശോധിക്കും. അതിനുവേണ്ട നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21.